ഹായ് ഓൾ, PSC ഇൻഫോ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മനുഷ്യൻ്റെ ജ്ഞാനേന്ദ്രിയങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്കറിയാം, മനുഷ്യന് 5 ജ്ഞാനേന്ദ്രിയങ്ങളാണുള്ളത്: കണ്ണ്, ചെവി, നാക്ക്, മൂക്ക്, ത്വക്ക്. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കണ്ണിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇത് കണ്ണിൻ്റെ നെടുകെയുള്ള ഛേദമാണ്. അതിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നതൊക്കെയാണ് കണ്ണിൻ്റെ പ്രധാന ഭാഗങ്ങൾ. ഇനി നമ്മൾ അവ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോവുകയാണ്. ഇന്ദ്രിയാനുഭവങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ മസ്തിഷ്കത്തെ സഹായിക്കുന്ന പ്രധാന ഇന്ദ്രിയമാണ് കണ്ണ്. ആത്മാവിലേക്കുള്ള ജാലകം എന്നറിയപ്പെടുന്നത് കണ്ണ്. ഏതാണ് ആത്മാവിലേക്കുള്ള ജാലകം? കണ്ണ്. നേത്രചികിത്സ അറിയപ്പെടുന്നത് ഒഫ്താൽമോളജി. നമുക്കുണ്ടാകുന്ന ഇന്ദ്രിയാനുഭവങ്ങളുടെ 80% പ്രദാനം ചെയ്യുന്നത് കണ്ണുകളാണ്. ഇനി കണ്ണ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് നോക്കാം. കണ്ണ് സ്ഥിതി ചെയ്യുന്നത് തലയോട്ടിയിലെ നേത്രകോടരത്തിലാണ്. എവിടെയാണ്? തലയോട്ടിയിലെ നേത്രകോടരത്തിൽ. കണ്ണുകളെ നേത്രകോടരത്തിൽ ബന്ധിപ്പിച്ച് നിർത്തുന്നത് എന്താണ്? ബാഹ്യ കൺപേശികൾ. ബാഹ്യ കൺപേശികളാണ് നേത്രകോടരത്തിലേക്ക് നമ്മുടെ കണ്ണുകളെ ഉറപ്പിച്ച് നിർത്തുന്നത്. കണ്ണിനെ വിയർപ്പ്, പൊടിപടലം, അതുപോലെ മറ്റ് പുറത്തുനിന്ന് വരുന്ന മാലിന്യങ്ങൾ, ഇവയിൽ നിന്നൊക്കെ സംരക്ഷിക്കുന്നത് നമ്മുടെ പുരുകം, അതുപോലെ കൺപീലികൾ ഒക്കെയാണ്. കാഴ്ചയ്ക്ക് തടസ്സമാവാതെ പൊടിപടലങ്ങളിൽ നിന്ന് കണ്ണിന് സംരക്ഷണം നൽകുന്നത് എന്താണ്? കൺപോളകൾ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കണ്ണിലെ പ്രധാനപ്പെട്ട 3 പാളികളും അവയുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളുമാണ്. അപ്പോൾ ഏതൊക്കെയാണ് കണ്ണിലെ പ്രധാനപ്പെട്ട പാളികൾ? ദൃഢപടലം, രക്തപടലം, ദൃഷ്ടിപടലം. ഇത് 3ഉമാണ് കണ്ണിലെ പ്രധാനപ്പെട്ട പാളികൾ. ദൃഢപടലം. ദൃഢപടലത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കണ്ണിൻ്റെ ഏറ്റവും പുറമെയുള്ള പാളിയാണ് ദൃഢപടലം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആകൃതിയും ദൃഢതയും നൽകുന്ന വെളുത്ത നിറമുള്ള ബാഹ്യപാളി, അതായത് നമ്മുടെ കണ്ണുകൾക്ക് ആകൃതിയും ദൃഢതയും നൽകുന്ന ബാഹ്യപാളിയാണ് ദൃഢപടലം. വെളുത്ത നിറമാണതിന്. ഇനി ഈ ദൃഢപടലം യോജക കലകളാൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതാണ്. എങ്ങനെയാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്? യോജക കലകളാലാണ് ദൃഢപടലം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഇനി ദൃഢപടലത്തിൻ്റെ മുൻഭാഗത്തുള്ള സുതാര്യവും മുൻപോട്ട് തള്ളിയതുമായ ഭാഗമാണ് കോർണിയ അല്ലെങ്കിൽ നേത്രപടലം എന്നറിയപ്പെടുന്നത്. എന്താണ് കോർണിയ അല്ലെങ്കിൽ നേത്രപടലം? രക്തക്കുഴലുകളില്ലാത്ത കണ്ണിൻ്റെ ഒരു ഭാഗമാണ് കോർണിയ എന്ന് പറയുന്നത്. കോർണിയയിൽ മാത്രം രക്തക്കുഴലുകൾ കാണപ്പെടുന്നില്ല. രക്തക്കുഴലുകളില്ലാത്തത് കൊണ്ട് തന്നെ കോർണിയയിലേക്ക് ബ്ലഡ് സർക്കുലേഷൻ നടക്കുന്നില്ല. അപ്പോൾ പിന്നെ കോർണിയയ്ക്ക് ഓക്സിജൻ എവിടെ നിന്നാണ് കിട്ടുന്നത്? കോർണിയ ഓക്സിജൻ അന്തരീക്ഷവായുവിൽ നിന്ന് നേരിട്ട് സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. കോർണിയയ്ക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. നമ്മുടെ മറ്റ് ശരീരഭാഗങ്ങൾ വളരുന്നത് പോലെ കോർണിയ വളരുന്നില്ല. നമ്മൾ ജനിക്കുമ്പോൾ ഉള്ള വലിപ്പം തന്നെയാണ് നമ്മുടെ മരണം വരെ കോർണിയയ്ക്ക് ഉണ്ടാവുക. അതിന് കാരണമായിട്ട് പറയുന്നത് കോർണിയയിൽ രക്തക്കുഴലുകൾ ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ എന്നാണ്. ഇനി പുറത്തുനിന്നുള്ള പ്രകാശരശ്മികളെ കണ്ണിലേക്ക് കടത്തിവിടുന്ന ഭാഗം കോർണിയയാണ്. കോർണിയയിൽ കാണപ്പെടുന്ന മാംസ്യമാണ് കൊളാജൻ. ഏതാണ്? കൊളാജൻ. ദൃഢപടലത്തിൻ്റെ മുൻഭാഗത്ത് കോർണിയ ഒഴികെയുള്ള ഭാഗങ്ങളെ ആവരണം ചെയ്ത് സംരക്ഷിക്കുന്ന സ്ഥലം ഏതാണ്? കൺജങ്ക്റ്റൈവ. കൺജങ്ക്റ്റൈവ എന്നാണ് ആ സ്ഥലം അറിയപ്പെടുന്നത്. ഇനി ഈ കൺജങ്ക്റ്റൈവ ഒരുതരം ശ്ലേഷ്മം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ആ ശ്ലേഷ്മം ഉള്ളത് കൊണ്ടാണ് നമ്മുടെ നേത്രഗോളത്തിൻ്റെ മുൻഭാഗം വരണ്ടു പോവാതെ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഇതൊക്കെയാണ് കണ്ണിൻ്റെ ആദ്യ പാളിയായ ദൃഢപടലത്തെക്കുറിച്ച് വരുന്ന പ്രധാന കാര്യങ്ങൾ. ഇനി നമുക്ക് അടുത്ത പാളി ഏതാണെന്ന് നോക്കാം. ഏതാണ്? രക്തപടലമാണ്. നമുക്കപ്പോൾ അതിനെക്കുറിച്ച് പഠിക്കാം. രക്തപടലം. പേര് പോലെ തന്നെ ധാരാളം രക്തക്കുഴലുകൾ കാണപ്പെടുന്ന കൺഭിത്തിയിലെ നീല നിറമുള്ള മധ്യപാളിയാണ് രക്തപടലം. ഈ രക്തപടലത്തിലൂടെയാണ് നമ്മുടെ കണ്ണുകൾക്ക് ആവശ്യമായിട്ടുള്ള ഓക്സിജനും പോഷണവും ഒക്കെ കിട്ടുന്നത്. അപ്പോൾ കണ്ണിലെ കലകൾക്ക് ആവശ്യമായിട്ടുള്ള ഓക്സിജനും പോഷണവും ഒക്കെ പ്രദാനം ചെയ്യുന്നത് ആരാണ്? രക്തപടലം. കോർണിയയുടെ പിൻഭാഗത്തായിട്ട് കാണപ്പെടുന്ന രക്തപടലത്തിൻ്റെ ഭാഗമാണ് ഐറിസ്. ഐറിസിന് ഇരുണ്ട നിറം നൽകുന്ന വർണ്ണവസ്തുവാണ് മെലാനിൻ. ഏതാണ്? മെലാനിൻ. മെലാനിൻ്റെ അളവിലുണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ കൊണ്ടാണ് ഐറിസിൻ്റെ നിറത്തിൽ വ്യത്യാസം വരുന്നത്. ചിലരുടെ ഐറിസിന് തവിട്ട് നിറമായിരിക്കും, ചിലർക്ക് കറുപ്പ് കളറായിരിക്കും, ചിലർക്ക് നീലയായിരിക്കും. അതിന് കാരണം ഈ മെലാനിൻ്റെ അളവിലുള്ള വ്യത്യാസമാണ്. ഐറിസിൻ്റെ മധ്യഭാഗത്തുള്ള സുഷിരമാണ് പ്യൂപ്പിൾ അഥവാ കൃഷ്ണമണി എന്നറിയപ്പെടുന്നത്.
പ്രകാശത്തിൻ്റെ തീവ്രതയിലുണ്ടാകുന്ന വ്യത്യാസത്തിനനുസരിച്ചിട്ട് വലിപ്പം ക്രമീകരിക്കാനായിട്ട് കഴിയുന്ന കണ്ണിൻ്റെ ഭാഗമാണ് പ്യൂപ്പിൾ അഥവാ കൃഷ്ണമണി. അപ്പോൾ ഏതാണ് പ്രകാശ തീവ്രത അനുസരിച്ച് വലിപ്പം ക്രമീകരിക്കപ്പെടുന്ന കണ്ണിൻ്റെ ഭാഗം? പ്യൂപ്പിൾ. പ്യൂപ്പിളിൻ്റെ വലിപ്പം ക്രമീകരിക്കാനായിട്ട് സഹായിക്കുന്ന കണ്ണിലെ പേശികളാണ് ഐറിസിലെ വലയ പേശിയും റേഡിയൽ പേശിയും. തീവ്രപ്രകാശത്തിൽ ഐറിസിലെ വലയ പേശികൾ സങ്കോചിക്കുകയും പ്യൂപ്പിൾ ചുരുങ്ങുകയും ചെയ്യുന്നു. മങ്ങിയ പ്രകാശത്തിൽ ഐറിസിലെ റേഡിയൽ പേശികൾ സങ്കോചിക്കുകയും പ്യൂപ്പിൾ വികസിക്കുകയും ചെയ്യുന്നു. അപ്പോൾ എങ്ങനെയാണ്? തീവ്രപ്രകാശം വരുമ്പോൾ പ്യൂപ്പിൾ ചുരുങ്ങും, മങ്ങിയ പ്രകാശത്തിൽ പ്യൂപ്പിൾ വികസിക്കും. ഇനി കണ്ണിലെ ലെൻസ്. കണ്ണിലെ സുതാര്യവും ഇലാസ്തികതയുള്ളതുമായ ലെൻസാണ് കോൺവെക്സ് ലെൻസ്. അപ്പോൾ ഏതാ മനുഷ്യൻ്റെ കണ്ണിലെ ലെൻസ്? കോൺവെക്സ് ലെൻസാണ് മനുഷ്യൻ്റെ കണ്ണിലെ. കണ്ണിൻ്റെ ലെൻസിനെ ചുറ്റിയുള്ള വൃത്താകൃതിയിലുള്ള പേശികൾ അറിയപ്പെടുന്നത് സീലിയറി പേശികൾ. സീലിയറി പേശികൾ. ഈ സീലിയറി പേശികളുടെ ധർമ്മം എന്താണെന്ന് നോക്കാം. സീലിയറി പേശികളാണ് നേത്ര ലെൻസിൻ്റെ വക്രത ക്രമീകരിക്കാനായിട്ട് സഹായിക്കുന്നത്. ലെൻസ് സ്നായുക്കൾ മുഖേനയാണ് സീലിയറി പേശിയുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്നത്. നമ്മൾ അടുത്തുള്ള വസ്തുവിനെ നോക്കുമ്പോഴും അകലെയുള്ള വസ്തുവിനെ നോക്കുമ്പോഴും നമ്മുടെ കണ്ണിൽ എന്തൊക്കെ സംഭവിക്കുന്നുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മൾ അടുത്തുള്ള വസ്തുവിനെ നോക്കുമ്പോഴും അകലെയുള്ള വസ്തുവിനെ നോക്കുമ്പോഴും നമ്മുടെ കണ്ണിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മൾ അടുത്തുള്ള വസ്തുവിനെയാണ് നോക്കുന്നതെങ്കിൽ നമ്മുടെ സീലിയറി പേശികൾ സങ്കോചിക്കും. അതിൻ്റെ ഫലമായിട്ട് സ്നായുക്കൾ അഴയുന്നു, ലെൻസിൻ്റെ വക്രത കൂടുന്നു, ഫോക്കൽ ദൂരം കുറയുന്നു. ഇനി നമ്മൾ അകലെയുള്ള വസ്തുവിനെയാണ് നോക്കുന്നതെങ്കിലോ സീലിയറി പേശികൾ വിശ്രമാവസ്ഥയിലേക്ക് വരുന്നു. അതിൻ്റെ ഫലമായിട്ട് സ്നായുക്കൾ വലിയുന്നു, ലെൻസിൻ്റെ വക്രത കുറയുന്നു, ഫോക്കൽ ദൂരം കൂടുന്നു. അപ്പം നമ്മളിപ്പം ദൃഢപടലത്തെക്കുറിച്ച് പഠിച്ചു, രക്തപടലത്തെക്കുറിച്ചും പഠിച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ദൃഷ്ടിപടലം. അപ്പോൾ കൂട്ടുകാരെ, ഞാൻ ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത പോർഷനിലേക്ക് പോവാം. അടുത്തത് ദൃഷ്ടിപടലം അഥവാ റെറ്റിന. പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്ന കണ്ണിലെ ആന്തരപാളിയാണ് ദൃഷ്ടിപടലം അഥവാ റെറ്റിന. കണ്ണിലെ പ്രതിബിംബം രൂപം കൊള്ളുന്ന പാളിയാണ് റെറ്റിന. അപ്പോൾ ഏതാണ് കണ്ണിലെ പ്രതിബിംബം രൂപം കൊള്ളുന്ന പാളി? റെറ്റിനയിലാണ് പ്രതിബിംബം രൂപം കൊള്ളുന്നത്. അതുപോലെ വസ്തുവിൽ നിന്ന് പ്രതിഫലിച്ചു വരുന്ന പ്രകാശരശ്മികളെ റെറ്റിനയിൽ പതിപ്പിക്കുന്നതിന് സഹായിക്കുന്നവയാണ് കോർണിയയുടെയും ലെൻസിൻ്റെയും വക്രത. റെറ്റിനയിൽ ഉണ്ടാകുന്ന പ്രതിബിംബത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് നോക്കാം. റെറ്റിനയിൽ ഉണ്ടാകുന്ന പ്രതിബിംബം ചെറുതും യഥാർത്ഥവും തലകീഴായതുമായിരിക്കും. ഇപ്പോൾ റെറ്റിനയിൽ ഉണ്ടാകുന്ന പ്രതിബിംബത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ചെറുതായിരിക്കും, യഥാർത്ഥമായിരിക്കും, തലകീഴായിട്ടുള്ളതുമായിരിക്കും. അതുപോലെ തന്നെ റെറ്റിനയിൽ 3 പാളി നാഡീകോശങ്ങൾ കാണപ്പെടുന്നുണ്ട്. അവ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഗാംഗ്ലിയോൺ കോശങ്ങൾ, ബൈപോളാർ കോശങ്ങൾ, പ്രകാശഗ്രാഹി കോശങ്ങൾ. ഇങ്ങനെ 3 പാളി നാഡീകോശങ്ങളും നമ്മുടെ റെറ്റിനയിലുണ്ട്. റെറ്റിനയിൽ നിന്ന് നേത്രനാഡി ആരംഭിക്കുന്ന ഭാഗം അറിയപ്പെടുന്നത് അന്ധബിന്ദു. അപ്പോൾ എന്താണ് അന്ധബിന്ദു? റെറ്റിനയിൽ നിന്ന് നേത്രനാഡി ആരംഭിക്കുന്ന ഭാഗമാണ് അന്ധബിന്ദു. അന്ധബിന്ദുവിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. അന്ധബിന്ദുവിൽ പ്രകാശഗ്രാഹി കോശങ്ങളില്ല. റെറ്റിനയിൽ പ്രകാശഗ്രാഹി കോശങ്ങളില്ലാത്ത ഭാഗമാണ് അന്ധബിന്ദു. പിന്നെ നമ്മുടെ പ്രകാശഗ്രാഹി കോശങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ആവേഗങ്ങൾ മസ്തിഷ്കത്തിലെ കാഴ്ചയുടെ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകുന്ന നാഡി ഏതാണ്? നേത്രനാഡിയാണ്. അത് ഓർത്തിരിക്കണേ, നേത്രനാഡി. നേത്രഗോളത്തിൻ്റെ പിൻഭാഗത്ത് അന്ധബിന്ദുവിന് തൊട്ടടുത്തായി സ്ഥിതി ചെയ്യുന്ന മഞ്ഞ നിറമുള്ള ബിന്ദുവാണ് പീതബിന്ദു അഥവാ മാക്കൂള ലൂട്ടിയ. ഏതാണ്? പീതബിന്ദു. അപ്പോൾ അന്ധബിന്ദുവിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് പീതബിന്ദു സ്ഥിതി ചെയ്യുന്നത്. പീതബിന്ദുവിന് മഞ്ഞ നിറമാണ്. പ്രകാശഗ്രാഹി കോശങ്ങൾ കൂടുതലായിട്ട് കാണപ്പെടുന്ന ഭാഗമാണ് പീതബിന്ദു. പ്രകാശഗ്രാഹി കോശങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന ഭാഗമാണ് പീതബിന്ദു. പീതബിന്ദുവിൽ പ്രകാശഗ്രാഹി കോശങ്ങൾ കൂടുതലായിട്ട് കാണപ്പെടുന്നു. അന്ധബിന്ദുവിലാണെങ്കിൽ പ്രകാശഗ്രാഹി കോശങ്ങൾ ഇല്ല. അത് ഓർത്തിരിക്കണേ. അതേപോലെ നമ്മൾ ചെറിയ വസ്തുക്കൾ സൂക്ഷിച്ച് നോക്കുമ്പോൾ പ്രതിബിംബം രൂപം കൊള്ളുന്നത് എവിടെയാണ്? പീതബിന്ദുവിലാണ് ചെറിയ വസ്തുക്കൾ സൂക്ഷിച്ച് നോക്കുമ്പോൾ പ്രതിബിംബം രൂപം കൊള്ളുന്നത്.
നമ്മൾ നേരത്തെ കണ്ടായിരുന്നു നേത്രനാഡിയുടെ ധർമ്മം. എന്താണ് നേത്രനാഡിയുടെ ധർമ്മം? പ്രകാശഗ്രാഹി കോശങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ തലച്ചോറിലെ കാഴ്ചയുടെ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകുന്ന നാഡിയാണ് നേത്രനാഡി. നമ്മുടെ കണ്ണിൽ ചില ദ്രവങ്ങളുണ്ട്. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. അക്വസ് ദ്രവം, വിട്രിയസ് ദ്രവം. ഏതൊക്കെയാണ്? അക്വസ് ദ്രവമുണ്ട്, വിട്രിയസ് ദ്രവമുണ്ട്. നമ്മുടെ കോർണിയയ്ക്കും ലെൻസിനും ഇടയിലൊരു അറയുണ്ട്. ആ അറയാണ് അക്വസറ എന്നറിയപ്പെടുന്നത്. ഈ അക്വസറയിൽ കാണപ്പെടുന്ന ജലം പോലെയുള്ള ഒരു ദ്രാവകം അല്ലെങ്കിൽ ദ്രവമാണ് അക്വസ് ദ്രവം. അപ്പോൾ അക്വസ് ദ്രവം എവിടെയാണ് കാണപ്പെടുന്നത്? അക്വസറയിലാണ് അക്വസ് ദ്രവം കാണപ്പെടുന്നത്. ഈ അക്വസ് ദ്രവം രൂപം കൊള്ളുന്നത് രക്തത്തിൽ നിന്നാണ്. അത് രക്തത്തിലേക്ക് തന്നെ പുനരാകിരണം ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ രക്തത്തിൽ നിന്ന് രൂപം കൊണ്ട് രക്തത്തിലേക്ക് തന്നെ പുനരാകിരണം ചെയ്യപ്പെടുന്നു. അക്വസ് ദ്രവത്തിൻ്റെ ധർമ്മം എന്താണെന്ന് വെച്ചാൽ കണ്ണിലെ കലകൾക്ക് ഓക്സിജനും പോഷണവും പ്രദാനം ചെയ്യുക. ലെൻസിനും റെറ്റിനയ്ക്കും ഇടയിൽ കാണപ്പെടുന്ന അറയാണ് വിട്രിയസറ. വിട്രിയസറ എവിടെയാണ് കാണപ്പെടുന്നത്? ലെൻസിനും റെറ്റിനയ്ക്കും ഇടയിൽ. അക്വസറയോ? അക്വസറ കോർണിയയ്ക്കും ലെൻസിനും ഇടയിൽ. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുതേ. കണ്ണിലെ ഏറ്റവും വലിയ അറയാണ് വിട്രിയസ് അറ. അർദ്ധഖരാവസ്ഥയിലുള്ള വിട്രിയസ് ദ്രവം കാണപ്പെടുന്നത് വിട്രിയസ് അറയിലാണ്. അപ്പോൾ എവിടെയാണ് വിട്രിയസ് ദ്രവം കാണപ്പെടുന്നത്? വിട്രിയസ് അറയിലാണ് വിട്രിയസ് ദ്രവം കാണപ്പെടുന്നത്. ഇനി വിട്രിയസ് ദ്രവത്തിൻ്റെ ധർമ്മം എന്താണെന്ന് നോക്കാം. കണ്ണിൻ്റെ ആകൃതി നിലനിർത്താനാണ് വിട്രിയസ് ദ്രവം സഹായിക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു കണ്ണിൽ ചില പ്രകാശഗ്രാഹി കോശങ്ങളുണ്ടെന്ന്. അപ്പോൾ കണ്ണിലെ പ്രകാശഗ്രാഹി കോശങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ. കോൺ കോശങ്ങളുണ്ട്, റോഡ് കോശങ്ങളുണ്ട്. മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ച സാധ്യമാക്കുന്നതാണ് റോഡ് കോശങ്ങൾ. റോഡ് കോശങ്ങൾക്ക് നിറങ്ങൾ തിരിച്ചറിയാൻ കഴിവില്ല. റെഡോപ്സിൻ എന്ന വർണ്ണവസ്തു കാണപ്പെടുന്ന കോശമാണ് റോഡ് കോശങ്ങൾ. അപ്പോൾ എന്തൊക്കെയാണ് റോഡ് കോശങ്ങളുടെ സവിശേഷതകൾ? മങ്ങിയ വെളിച്ചത്തിലുള്ള കാഴ്ച സാധ്യമാക്കുവാൻ വേണ്ടിയിട്ടാണ് അവർ സഹായിക്കുന്നത്. അതുപോലെ തന്നെ അവർക്ക് നിറങ്ങൾ തിരിച്ചറിയാനായിട്ടുള്ള കഴിവില്ല. പിന്നെ റോഡ് കോശങ്ങളിൽ കാണപ്പെടുന്ന വർണ്ണവസ്തു ഏതാണെന്ന് ചോദിച്ചാൽ റെഡോപ്സിൻ. പകൽ വെളിച്ചത്തിൽ കാഴ്ചയ്ക്ക് സഹായിക്കുന്ന കോശങ്ങളാണ് കോൺ കോശങ്ങൾ. അതുപോലെ തന്നെ നിറങ്ങൾ തിരിച്ചറിയാനും തീവ്രപ്രകാശത്തിലെ വസ്തുക്കളെ കാണാനും ഒക്കെ കോൺ കോശങ്ങൾ സഹായിക്കുന്നു. ഇനി കോൺ കോശങ്ങൾ കാണപ്പെടുന്നത് റെറ്റിനയിലാണ്. എവിടെയാണ് കോൺ കോശങ്ങൾ കാണപ്പെടുന്നത്? റെറ്റിനയിലാണ്. റോഡ് കോശങ്ങളിൽ റെഡോപ്സിൻ എന്ന വർണ്ണവസ്തു ഉള്ള പോലെ തന്നെ കോൺ കോശങ്ങളിൽ കാണപ്പെടുന്ന വർണ്ണവസ്തുവാണ് അയഡോപ്സിൻ അല്ലെങ്കിൽ ഫോട്ടോപ്സിൻ. അയഡോപ്സിനും റെഡോപ്സിനും മറ്റ് പേരുകളിലും അറിയപ്പെടുന്നുണ്ട്. റെഡോപ്സിൻ്റെ മറ്റു പേരാണ് വിഷ്വൽ പർപ്പിൾ. അതുപോലെ തന്നെ അയഡോപ്സിൻ്റെ മറ്റൊരു പേരാണ് വിഷ്വൽ വയലറ്റ്. ഇത് കാഴ്ച എന്ന അനുഭവം സാധ്യമാകുന്നത് വരെ നമ്മുടെ കണ്ണിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ളൊരു ഫ്ലോ ചാർട്ടാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം എന്താ ചെയ്യുന്നത്? പ്രകാശം കോർണിയയിലെത്തുന്നു. കോർണിയയിൽ നിന്ന് അക്വസ് ദ്രവത്തിലൂടെ പ്യൂപ്പിൾ വഴി ലെൻസിലെത്തുന്നു. ലെൻസിൽ നിന്ന് വിട്രിയസ് ദ്രവത്തിലൂടെ റെറ്റിനയിലെത്തുന്നു. റെറ്റിനയിൽ നിന്ന് ആവേഗങ്ങൾ നേത്രനാഡി സംഭവിച്ച് സെറിബ്രത്തിലെത്തിക്കുന്നു. സെറിബ്രത്തിലെത്തുമ്പോൾ കാഴ്ച എന്ന അനുഭവം ഉണ്ടാകുന്നു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കുക, എത്ര സ്പീഡിലാണ് ഇത്രയും കാര്യങ്ങൾ നടക്കുന്നത്. നമ്മളിപ്പോൾ ഒരു വസ്തുവിനെ നോക്കുമ്പോൾ തന്നെ നമ്മളതിനെ കാണുന്നില്ലേ? ആ സെക്കൻഡ് സമയത്തിനുള്ളിൽ ഇത്രയും പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് കാഴ്ചയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ജനറൽ നോളജ് പഠിക്കാം. കോൺ കോശങ്ങളുടെ അപര്യാപ്തത മൂലമാണ് മൂങ്ങയ്ക്ക് പകൽ വെളിച്ചത്തിൽ കാഴ്ച കുറയുന്നത്. ഇപ്പോൾ എന്തുകൊണ്ടാണ് മൂങ്ങയ്ക്ക് പകൽ കാഴ്ച കുറയുന്നത്? മൂങ്ങയുടെ കണ്ണുകളിൽ കോൺ കോശങ്ങൾ ഇല്ല. ഇനി കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ലാക്രിമൽ എന്ന് പറയുന്ന ഗ്രന്ഥിയാണ് കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കുന്നത്. അതുപോലെ തന്നെ കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്ന ലൈസോസൈം എന്നൊരു എൻസൈം ഉണ്ട്. ആ എൻസൈമിന് രോഗാണുക്കളെ നശിപ്പിക്കാനുള്ള കഴിവുണ്ട്. അലക്സാണ്ടർ ഫ്ലെമിംഗ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് ഈ ലൈസോസൈം കണ്ടുപിടിച്ചത്. കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്ന ലോഹമാണ് സിങ്ക്. കുഞ്ഞുങ്ങൾക്ക് ആദ്യമായി കണ്ണുനീരുണ്ടാകുന്നത് നവജാത ശിശുക്കൾ ജനിച്ചു കഴിഞ്ഞ് 3 ആഴ്ച പ്രായമാകുമ്പോഴാണ് അവർക്ക് ആദ്യമായിട്ട് കണ്ണുനീരുണ്ടാകുന്നത്. വ്യക്തമായ കാഴ്ചശക്തിക്കുള്ള ഏറ്റവും കുറഞ്ഞ അകലം 25 സെൻറ്റിമീറ്ററാണ് വ്യക്തമായ കാഴ്ചയ്ക്കുള്ള ഏറ്റവും കുറഞ്ഞ അകലം. ഇത് പല ക്വസ്റ്റ്യൻ പേപ്പറിലും PSCയുടെ പല എക്സാമിൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ അതെല്ലാവരും ഒന്ന് ബൈ ഹാർട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും.
സമഞ്ജനക്ഷമത. എന്താണ് സമഞ്ജനക്ഷമത? കണ്ണിൽ നിന്ന് വസ്തുവിലേക്കുള്ള അകലത്തിനനുസരിച്ച് ലെൻസിൻ്റെ വക്രതയിൽ മാറ്റം വരുത്തിക്കൊണ്ട് ഫോക്കൽ ദൂരം ക്രമീകരിക്കാനുള്ള കണ്ണിൻ്റെ കഴിവാണ് സമഞ്ജനക്ഷമത എന്നറിയപ്പെടുന്നത്. വീക്ഷണസ്ഥിരതയോ? എന്താ വീക്ഷണസ്ഥിരത? ഒരു വസ്തു ജനിപ്പിക്കുന്ന ദൃശ്യാനുഭവം 1/16 സെക്കൻഡ് സമയത്തേക്ക് കണ്ണിൽ തന്നെ തങ്ങി നിൽക്കുന്ന പ്രതിഭാസമാണ് വീക്ഷണസ്ഥിരത. ഇപ്പം നമ്മളൊരു വസ്തുവിനെ നോക്കി അപ്പോൾ തന്നെ നമ്മൾ വേറെ എങ്ങോട്ടെങ്കിലും നോക്കി, എന്നാലും നമ്മൾ കണ്ട ഒരു വസ്തുവിൻ്റെ ചിത്രം ഒരു കുറച്ച് സമയത്തേക്ക് ഇങ്ങോട്ട് നമ്മുടെ കണ്ണിൽ ഇങ്ങനെ നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നില്ല. അതാണ് ഈ വീക്ഷണസ്ഥിരത. ഇപ്പം നമ്മൾ കണ്ണിൻ്റെ 3 പാളികൾ ഏതൊക്കെയാണെന്നും അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ അങ്ങനെ കുറേ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് നേത്രവൈകല്യങ്ങളാണ്. അതായത് കണ്ണിനുണ്ടാകുന്ന അസുഖങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. ഈ നേത്രവൈകല്യങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്ന് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം പോർഷൻ എല്ലാവരും നന്നായിട്ട് പഠിക്കണേ. ഹ്രസ്വദൃഷ്ടി അഥവാ മയോപ്പിയ. എന്താണ് ഹ്രസ്വദൃഷ്ടി എന്ന് നമുക്ക് നോക്കാം. അകലെയുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ സാധിക്കില്ല. നേത്രഗോളത്തിൻ്റെ നീളം വർദ്ധിക്കുന്നത് മൂലം ഉണ്ടാകുന്നൊരു രോഗമാണ് ഹ്രസ്വദൃഷ്ടി അഥവാ മയോപ്പിയ. ഇതിൽ പ്രതിബിംബം റെറ്റിനയ്ക്ക് മുൻപിലാണ് രൂപപ്പെടുന്നത്. അപ്പോൾ ഹ്രസ്വദൃഷ്ടി ഉള്ളവരിൽ പ്രതിബിംബം രൂപപ്പെടുന്നത് എവിടെയാണ്? റെറ്റിനയ്ക്ക് മുൻപിൽ രൂപപ്പെടുന്നു. പരിഹരിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ലെൻസാണ് കോൺകേവ് ലെൻസ്. അപ്പോൾ കോൺകേവ് ലെൻസ് ഉപയോഗിച്ചിട്ടാണ് ഹ്രസ്വദൃഷ്ടി അഥവാ മയോപ്പിയ പരിഹരിക്കുന്നത്. ദീർഘദൃഷ്ടി അഥവാ ഹൈപ്പർമെട്രോപ്പിയ. ദീർഘദൃഷ്ടിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ദീർഘദൃഷ്ടിയുള്ളവർക്ക് അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയില്ല. അവരുടെ നേത്രഗോളത്തിൻ്റെ നീളം കുറയുന്നത് മൂലമാണ് ഈ രോഗമുണ്ടാകുന്നത്. ഇങ്ങനെയുള്ളവരിൽ പ്രതിബിംബം റെറ്റിനയ്ക്ക് പുറകിലാണ് രൂപപ്പെടുന്നത്. അപ്പോൾ ഹ്രസ്വദൃഷ്ടിയിൽ റെറ്റിനയ്ക്ക് മുൻപിലാണ് രൂപപ്പെടുന്നത്, ദീർഘദൃഷ്ടിയിൽ റെറ്റിനയ്ക്ക് പുറകിൽ രൂപപ്പെടുന്നു. ഇത് പരിഹരിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ലെൻസ് കോൺവെക്സ് ലെൻസ്. ഹ്രസ്വദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്നത് കോൺകേവ് ലെൻസ്. വിഷമദൃഷ്ടി അഥവാ അസ്റ്റിഗ്മാറ്റിസം. നേത്ര ലെൻസിൻ്റെ വക്രതയിലുണ്ടാകുന്ന വ്യത്യാസം മൂലം വസ്തുവിൻ്റെ ശരിയായ പ്രതിബിംബം രൂപപ്പെടാത്ത അവസ്ഥയാണ് വിഷമദൃഷ്ടി അഥവാ അസ്റ്റിഗ്മാറ്റിസം എന്നറിയപ്പെടുന്നത്. ഇത് പരിഹരിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ലെൻസാണ് സിലിണ്ടറിക്കൽ ലെൻസ്. ഗ്ലോക്കോമ. നമ്മൾ നേരത്തെ കണ്ടായിരുന്നു, അക്വസറയിൽ നിറഞ്ഞിരിക്കുന്ന അക്വസ് ദ്രവം രക്തത്തിൽ നിന്ന് രൂപപ്പെടുകയും അതുപോലെ തന്നെ രക്തത്തിലേക്ക് പുനരാകിരണം ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു ദ്രവമാണ്. ഈ അക്വസ് ദ്രവത്തിൻ്റെ പുനരാകിരണം നടക്കാതെ വരുമ്പോൾ കണ്ണിനുള്ളിലെ മർദ്ദം കൂടുന്നത് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഗ്ലോക്കോമ. അപ്പോൾ ഇങ്ങനെ മർദ്ദം കൂടുന്നതിൻ്റെ ഫലമായിട്ട് നമ്മുടെ റെറ്റിനയിലെ പ്രകാശഗ്രാഹി കോശങ്ങൾക്ക് നാശം ഉണ്ടാവുകയും അത് അന്ധതയിലേക്ക് നയിക്കുകയും ചെയ്യും. പിന്നെ ഈ രോഗത്തിൻ്റെ ലക്ഷണങ്ങളായിട്ട് കാണപ്പെടുന്നത് ദീപങ്ങൾക്ക് ചുറ്റും വർണ്ണവലയങ്ങളുള്ളതായിട്ട് രോഗിക്ക് തോന്നും. നിശബ്ദനായ കാഴ്ചശക്തി അപഹാരി എന്നാണ് ഗ്ലോക്കോമ അറിയപ്പെടുന്നത്. ഇനി ഗ്ലോക്കോമ പരിഹരിക്കാനായിട്ട് നടത്തുന്ന ചികിത്സയാണ് ലേസർ ചികിത്സ. അടുത്തത് സിറോഫ്താൽമിയ. വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം മൂലം നേത്ര ആവരണവും കോർണിയയും വരണ്ട് ഈർപ്പരഹിതവും അദാര്യവുമായി തീരുന്ന അവസ്ഥയാണ് സിറോഫ്താൽമിയ. കണ്ണുനീരില്ലാതെ കണ്ണ് വരളുന്ന അവസ്ഥ. അപ്പോൾ വിറ്റാമിൻ എയുടെ കുറവ് കൊണ്ടുണ്ടാകുന്ന ഒരു രോഗമാണ് സിറോഫ്താൽമിയ. അതൊക്കെ PSC തിരിച്ചും മറിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാം. സിറോഫ്താൽമിയ ഏത് ജീവകത്തിൻ്റെ കുറവ് കൊണ്ടുണ്ടാകുന്ന രോഗമാണ്, അതുപോലെ വിറ്റാമിൻ എയുടെ കുറവ് കൊണ്ടുണ്ടാകുന്ന രോഗം ഏതാണ്. അപ്പോൾ എങ്ങനെ ചോദിച്ചാലും നമുക്ക് ആൻസർ എഴുതാനായിട്ട് പറ്റണം. നിശാന്തത. മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ച സാധ്യമാകാത്ത അവസ്ഥയാണ് നിശാന്തത. നിശാന്തതയും വിറ്റാമിൻ എയുടെ ഒരു അപര്യാപ്ത രോഗമാണ്. അപ്പോൾ വിറ്റാമിൻ എ അടങ്ങിയ ഫുഡൊക്കെ ധാരാളം ഉപയോഗിക്കുന്നത് വഴി കണ്ണുമായിട്ട് ബന്ധപ്പെട്ട കാഴ്ചയായിട്ട് ബന്ധപ്പെട്ടുണ്ടാകാൻ സാധ്യതയുള്ള കുറേ രോഗങ്ങളൊക്കെ നമുക്ക് പ്രതിരോധിക്കാനായിട്ട് പറ്റും. അടുത്തത് വർണ്ണാന്തത. നിറങ്ങൾ, പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയാണ് വർണ്ണാന്തത. പച്ച, ചുവപ്പ് എന്നീ നിറങ്ങൾ വർണ്ണാന്തതയുള്ളവർക്ക് തിരിച്ചറിയാനായിട്ട് കഴിയില്ല. പച്ച, ചുവപ്പ് നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയുന്ന കോൺകോശങ്ങളുടെ തകരാറ് മൂലമാണ് ഈ രോഗം വരുന്നത്. അതുപോലെ ഡാൾട്ടനിസം എന്നും അറിയപ്പെടുന്നുണ്ട് ഈ രോഗം. ജോൺ ഡാൾട്ടൺ എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞനാണ് ഈ രോഗം കണ്ടുപിടിച്ചത്. അദ്ദേഹത്തിനുണ്ടായിരുന്നു ഈ രോഗം. അപ്പം അതുകൊണ്ടാണ് ഡാൾട്ടനിസം എന്ന് അറിയപ്പെടുന്നത്. വർണ്ണാന്തതയുള്ളവർക്ക് തിരിച്ചറിയാൻ കഴിയുന്ന ഒരു നിറമാണ് നീല. പ്രാഥമിക വർണ്ണങ്ങളിലെ നീല
വർണ്ണാന്തതയുള്ളവർക്കും തിരിച്ചറിയാനായിട്ട് കഴിയും. പിന്നെ വർണ്ണാന്തത നിർണ്ണയിക്കുന്നതിനുള്ള പരിശോധനയാണ് ഇഷിഹാര ടെസ്റ്റ് എന്നറിയപ്പെടുന്നത്. ഏതാണ്? ഇഷിഹാര. കോങ്കണ്ണ്. എന്താണ് കോങ്കണ്ണ്? കണ്ണിലെ പേശികളുടെ സമന്വിത ചലനം സാധ്യമാകാത്തത് വഴി രണ്ട് കണ്ണുകളും ഒരേ വസ്തുവിൽ കേന്ദ്രീകരിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് കോങ്കണ്ണ്. ചെങ്കണ്ണ് അഥവാ കൺജങ്ക്റ്റിവൈറ്റിസ്. ചെങ്കണ്ണ് എന്താണെന്ന് നോക്കാം. നേത്ര ആവരണത്തിനുണ്ടാകുന്ന അണുബാധയാണ് ചെങ്കണ്ണ് എന്നറിയപ്പെടുന്നത്. ബാക്ടീരിയൽ, വൈറൽ, ഫംഗൽ ഇതിലേത് രീതി വേണേലും അണുബാധ ഉണ്ടാവാം. അല്ലെങ്കിൽ അലർജി മൂലം ഉണ്ടാകുന്ന അണുബാധേനെയാണ് ചെങ്കണ്ണെന്ന് പറയുന്നത്. പ്രസ്ബയോപ്പിയ അഥവാ വെള്ളെഴുത്ത്. നമ്മൾ ഒരുപാട് കേൾക്കുന്നതാണ് വെള്ളെഴുത്ത്. എന്താണ് വെള്ളെഴുത്ത്? പ്രായമാകുമ്പോൾ കണ്ണിലെ ലെൻസിൻ്റെ ഇലാസ്തികത കുറയുന്ന അവസ്ഥയാണ് വെള്ളെഴുത്ത്. തിമിരം. പ്രായമേറുമ്പോൾ കണ്ണിലെ ലെൻസിൻ്റെ സുതാര്യത നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് തിമിരം. വെള്ളെഴുത്ത് കണ്ണിൻ്റെ ലെൻസിൻ്റെ ഇലാസ്തികത കുറയുന്ന അവസ്ഥ. തിമിരം കണ്ണിൻ്റെ ലെൻസിൻ്റെ സുതാര്യത നഷ്ടപ്പെടുന്ന അവസ്ഥ. പ്രകാശസ്രോതസ്സിന് ചുറ്റും വർണ്ണവളയങ്ങൾ കാണുന്നത് പോലെ തോന്നും രോഗിക്ക്. അതാണ് അതിൻ്റെ രോഗലക്ഷണം. ലെൻസ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയിലൂടെയാണ് തിമിരം പരിഹരിക്കുന്നത്. ലോകത്ത് ആദ്യമായിട്ട് തിമിര ശസ്ത്രക്രിയ നടത്തിയത് ശുശ്രുതൻ എന്ന് പറയുന്ന ആളാണ്. കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം. പേര് പോലെ തന്നെ കമ്പ്യൂട്ടർ, സെൽഫോൺ, ടാബ്ലറ്റ് തുടങ്ങിയ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളുടെ തുടർച്ചയായ ഉപയോഗം മൂലം കണ്ണിനുണ്ടാകുന്ന പ്രശ്നമാണ് കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം. കണ്ണിൻ്റെ ഫോക്കസ് ചെയ്യാനുള്ള കഴിവിനെയാണ് ഈ രോഗം ബാധിക്കുന്നത്. ഇതിൻ്റെ ലക്ഷണങ്ങൾ തലവേദന, കണ്ണ് വരളുക, കണ്ണിന് അമിത സമ്മർദ്ദം അനുഭവപ്പെടുക തുടങ്ങിയവയൊക്കെയാണ്. ഇനി അടുത്തത് ട്രക്കോമ. ക്ലമീഡിയ ട്രക്കോമാറ്റിസ് എന്ന ബാക്ടീരിയ മൂലമുണ്ടാകുന്ന രോഗമാണ് ട്രക്കോമ. ഇനി അധിക വായനയ്ക്കായിട്ട് കുറച്ച് കാര്യങ്ങളാണ്. കോർണിയ മാറ്റി പുതിയ കോർണിയ വെച്ച് പിടിപ്പിക്കുന്ന ശസ്ത്രക്രിയ അറിയപ്പെടുന്ന പേരാണ് കെരാറ്റോപ്ലാസ്റ്റി. അത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ലോകത്തെ ആദ്യത്തെ കോർണിയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് ഡോക്ടർ എഡ്വേർഡ് കൊണാഡ് സിം. കാഴ്ചശക്തി പരിശോധിക്കാൻ ഉപയോഗിക്കുന്നത് സ്നെല്ലൻസ് ചാർട്ട്. ഹെർമൻ സ്നെല്ലൻ എന്ന ശാസ്ത്രജ്ഞനാണ് അത് വികസിപ്പിച്ചത്. കണ്ണിനുള്ളിലെ മർദ്ദം അളക്കുന്ന കണ്ണ് പരിശോധനാ രീതിയാണ് ടോണോമെട്രി. അന്തർ എഴുതാനും വായിക്കാനും ഉപയോഗിക്കുന്ന ലിപിയാണ് ബ്രെയിൽ ലിപി. ഇനി കാഴ്ചയുമായി ബന്ധപ്പെട്ട ചില കൗതുകങ്ങളാണ്. ഒരേ സമയം കണ്ണുകളെ രണ്ട് വ്യത്യസ്ത ദിശയിലേക്ക് ചലിപ്പിച്ച് വ്യത്യസ്ത കാഴ്ചകൾ ഒരേ സമയം കാണാൻ കഴിയുന്ന ഒരു ജീവിയാണ് മരയോന്ത്. തലയുടെ നേരെ മുകൾ ഭാഗത്തായി വലിയ രണ്ട് കണ്ണുകളുള്ള, തല പിറകോട്ട് തിരിച്ച് പിറകിലെ കാഴ്ചകൾ കാണാൻ സാധിക്കുന്ന ഒരു ജീവിയാണ് മൂങ്ങ. കണ്ണിലെ കൃഷ്ണമണി പകൽ വെളിച്ചത്തിൽ ചുരുങ്ങിയും രാത്രിയിൽ പരമാവധി വികസിച്ചും കാണപ്പെടുന്ന ഒരു ജീവിയാണ് പൂച്ച. കാഴ്ചക്ഷമത ഏറ്റവും കൂടിയ പക്ഷിയാണ് പരുന്ത്. കാരണം കോൺകോശങ്ങൾ ഒത്തിരി കൂടുതലാണ് പരുന്തിൻ്റെ കണ്ണിൽ, അതുകൊണ്ടാണ്. വശങ്ങളിൽ കണ്ണ് ക്രമീകരിച്ചിരിക്കുന്നതിനാൽ മുൻഭാഗങ്ങളിലും ഒരു പരിധിവരെ പിൻഭാഗത്തെയും കാഴ്ച സാധ്യമാകുന്ന ജീവിയാണ് മുയൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും കമൻസിലൂടെ അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.